എവിടെയാണ് വെക്കണേ? 1 മീറ്റർ. ഈ ഭൂമിക്ക് തന്നെ ഇതിനെ നമുക്ക് ഭൂമിക്ക് തന്നെ നമ്മുടെ മണ്ണിനെ ഇത് ഡൈവേഴ്സിറ്റി അല്ല കപ്പാസിറ്റി ഉണ്ട് ഒരു 50-60% വരെ. നമ്മൾ അതിനെ ഒരു 90% മാറ്റുകയാണ്. കറക്റ്റ് 1 മീറ്ററിൽ കുഴി വെച്ചിട്ട് കല്ലുകൊണ്ട് കെട്ടിയ റിങ്ങിട്ടോ ചെയ്തിട്ട് അതിൽ സ്ലാബ് ഇട്ട് മുടി ഫുൾ എയർ ടൈറ്റ് ചെയ്ത് 8 ഇഞ്ചിൻ്റെ 1/2 മീറ്റർ പൈപ്പ് വെക്കുകയാണ്. അപ്പോൾ ഇത് കൂടുതലും നിങ്ങൾ എൻ്റെ വ്യക്തിപരമായിട്ട് വാട്സപ്പ് വരികയാണ്, ഞാൻ കൃത്യമായിട്ട് അയച്ചു തരാം. എന്നിട്ട് നമ്മൾ ഒരു വേസ്റ്റുകളൊക്കെ ഒരു ബക്കറ്റിലാക്കി വെക്കുകയാണ്. എന്നിട്ട് ഒരാഴ്ച 2 ആഴ്ച കൂടുമ്പോൾ ഇട്ടിട്ട് ഇത്തിരി ചാരട്ട് കൊടുക്കുകയാണ് 90. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിൽ വായുവിന് കൊടുക്കില്ല, ഉള്ളിലേക്ക് എയർ കൊടുക്കില്ല. എയർ കൊടുക്കാതെ ആകുമ്പോൾ ഇതിന്നുണ്ടാണ് ലിഥിയം ഫോസ്ഫറസ് ഒക്കെ തങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഈ വായു വന്നാൽ എന്താവുള്ളൂ? പുഴുക്കൾ വരുള്ളൂ. പുഴു വരുമ്പോഴേ ചെയ്യുമ്പോഴേ എന്താവുള്ളൂ? വാസനിക്കുള്ളൂ. നമ്മൾ ഈ വായു കൊടുക്കാത്തതുകൊണ്ട് ഇത് ദ്രവിക്കുക ചെയ്യാം. ഈ ചാരട്ടാൽ ഏത് സാധനം ദ്രവിക്കും അറിയാലോ? ഉപ്പിട്ടാൽ മതി, പക്ഷെ ഉപ്പിട്ടാൽ സോഡിയം ക്ലോറൈഡ് മാത്രമേ കിട്ടുള്ളൂ. ചാരാകുമ്പോൾ അതിൽ ഫോസ്ഫറസ് ലിഥിയം എല്ലാം ഉണ്ടാവും. അപ്പം ഓട്ടോമാറ്റിക് ഈ ഭക്ഷണ മാലിന്യങ്ങൾ ഇത് ദ്രവിക്കും. ദ്രവിക്കുന്ന ഒന്നും എന്താവില്ല? വാസനിക്കില്ല. ദ്രവിക്കുമ്പോൾ അറിയല്ലോ, ഇപ്പോൾ ഒരു മരം ദ്രവിച്ച ചാരമാതിരിയായി മാറുകയാണ്. അപ്പം ഭൂമിന്റെ ഈ ആ ഓർഗാനിക് സംവിധാനത്തെ നമ്മൾ ചാരം നമ്മൾ അടുത്ത വീട്ടിലോട് നിങ്ങളുടെ വീട്ടിൽ സെർവന്റ് വരുമ്പോൾ നമ്മളെ വീട്ടില് ചാരം തന്നെ വെണ്ണൂറ് അടുപ്പ് കത്തിക്കണേ. അപ്പൊ അതിപ്പോ ഇല്ലെങ്കിൽ വീട്ടില് പണിക്ക് വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, വീട്ടിൽ പണിക്ക് വരുന്ന ആൾക്കാരോട് ഇത്തിരി ചാരം കൊണ്ടുവരാൻ പറയാം, 10 രൂപ കൊടുത്താൽ മതി. ഒരു 2 ആഴ്ച കൊടുത്ത് ചാരം ഇട്ട് കൊടുക്കുക. അതുള്ള എൻ്റെ കാര്യങ്ങൾ. അതാണ് എൻ്റെ ഒരു അത് കൂടുതൽ വ്യക്തിപരമായിട്ട് വേണമെങ്കിൽ സ്വാമിജി എൻ്റെ നമ്പർ തരും. നമ്പറിൽ അദ്ദുക്ക ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് ഒറ്റ പറഞ്ഞു, എന്നാൽ എനിക്ക് വേഗം മനസ്സിലാവും. എന്നിട്ട് നമുക്ക് എൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു തരാം. ഇനി നിർബന്ധമായിട്ട് നിങ്ങളെ വീട്ടിൽ ചെയ്തു തരണമെങ്കിൽ ഞാൻ അരിക്കോട് നിന്ന് തരേണ്ടത് എൻ്റെ വണ്ടിക്കൂലൊക്കെ പണിക്കാർ കൊടുത്താൽ ഇന്നിപ്പോൾ ഞാൻ അത്തോട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ഈ പൂതപ്പാറ അതിൻ്റെ അപ്പുറം എന്താ പറയുക, പിന്നെ പൂതപ്പാറിൻ്റെ ഒരു 3-4 വീട്ടിൽ വെള്ളത്തിന് ചെയ്തിട്ടുണ്ട്. ഈ പിന്നെ അതിൻ്റെ അപ്പുറം പോയിട്ട് സ്ഥലമുണ്ട്, എൻ്റെ അഴീക്കോടോ അവിടെയൊക്കെ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ എൻ്റെ വീട്ടിലേക്ക് വരും ആൾക്കാർ വല്ലാതെ ബുദ്ധിമുട്ടാകുമ്പോൾ ഇത് കണ്ടിട്ട്. അപ്പോൾ അവർ നിങ്ങൾ ഒന്ന് ചെയ്യണമെന്ന് പറയുമ്പോൾ അങ്ങനെ പോയി ചെയ്ത് കൊടുക്കും. അത്രയുള്ളൂ. അവർക്ക് തന്നെ കോസ്റ്റ് ഒന്നും പ്രശ്നമില്ലാത്തതുകൊണ്ട്. സ്വാമിജിൻ്റെ ഈ മട്ടന്നൂരിലെ ആശ്രമത്തിൽ നമ്മളാണ് വെള്ളം ശരിയാക്കി കൊടുത്തത്. അവിടെ കലങ്ങിയ വെള്ളമായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ കഴിയെങ്കിലും ഇങ്ങനെ ഫോൺ നമ്പറിൽ വന്നാൽ മതി. ഇനി എന്താ സംശയം ഉണ്ടോ? കലങ്ങിയ വെള്ളമൊക്കെ ശുദ്ധാക്കിയത്. കാരണം വർമ്മജിക്ക് ഇന്ന് കിട്ടിയ ആൾക്കാർ പറയണ്ടോ ചോദിച്ചോ. ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം സ്വാമിജി എൻ്റെ ഇവിടുന്ന് വേണമെങ്കിൽ പറഞ്ഞുതരും. ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. അതിപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ ഒരു തിയറി ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നല്ല ഇങ്ങനത്തെ സ്ഥലമാണെങ്കിൽ ചകിരി മാത്രം മതി. പക്ഷേ തീരദേശ മേഖലയാണെങ്കിൽ ചകിരി പറ്റില്ല. അപ്പം അതിന് വേറെ സംവിധാനം. അതൊക്കെ നിങ്ങൾ വന്ന 1000-ങ്ങളല്ല 10,000-ങ്ങൾക്ക് അത് ചെയ്തു കൊടുത്താണ്. അപ്പോൾ ഞാനിന്ന് വന്നപ്പോൾ സ്വാമിജിക്ക് എൻ്റെ ചെറിയ ഡൊമോ കാണിച്ചു കൊടുത്തു. സ്വാമിജി പറഞ്ഞുതരും. ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ ആ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റ്. മാത്രമല്ല അത് എൻ്റെ തിയറി പറയാൻ ചെയ്ത് വിജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് മോക്ഷം കിട്ടാനൊന്നും പ്രാർത്ഥിക്കരുത്. എൻ്റെ പേരിൽ 2 തൈകൾ വിട്ട് നടുക. പറ്റില്ലേ? അതാ തൈ എന്ന ഫോട്ടോ അതൊക്കെ കാണാം. ഇങ്ങനെ 10,000-കണക്കിന് ആൾക്കാർ തൈ നട്ടുകൊടുക്കുക. പിന്നെ എന്തേ സംശയം ഉണ്ടോ? പിന്നെ എന്താണ് ഇങ്ങനെ ആയിച്ചാൽ ഈ അതേ കാര്യം ചോദിക്കണ്ടോ എന്തുകൊണ്ട് ഇങ്ങനെ ആയെന്ന്? ഞാൻ പറഞ്ഞില്ലേ, ഓരോ ജന്മജന്മാന്തരങ്ങളായിട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയി. പിന്നെ എനിക്കറിയില്ല. പക്ഷെ നമ്മളിപ്പം പരമാനന്ദത്തിലാണ്. പല ആൾക്കാർ ചോദിച്ചു, പിന്നെ എന്നോടിപ്പോൾ നാളെ ചോദിച്ചാൽ ചുവന്നകുന്ന് മറക്കരുത് കേട്ടോ. ചുവന്നകുന്ന് അറിയില്ലോ പണ്ട് ശേഖരന്മാരിവിനെ കൊന്ന. ഞാൻ പറഞ്ഞു ചുവന്നകുന്ന് ഭാരതത്തിലല്ലേ, പിന്നെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഭാഗ്യം അപ്പുറം കൊണ്ടുവരുത് കേട്ടോ. ഇവിടെ എവിടെയാലും കുഴപ്പമില്ല. ഭാരതത്തിൽ എവിടെയാലും ശരീരം ഇവിടെ ധരിച്ചാൽ മതി, അത്രേ ഉള്ളൂ. എടുത്തും കിട്ടിയോ? ഇല്ല. അദ്ദേഹത്തിന് അങ്ങനെ തട്ടിയല്ലേ, അതുപോലെ തട്ടിയാലോ? തട്ടിയാൽ കുഴപ്പമില്ല. ഇത്ര കാലം ഇരിക്കും ഇനിയൊന്നും സത്യമോ നമുക്കേതുമൊന്നില്ലല്ലോ. നീർപ്പോള പോലത്തെ ദേഹത്ത് വീർപ്പും മാത്രമുണ്ട് ഇങ്ങനെ കാണുവാൻ. ഓർത്തറിയാതെ പാടുപെടും നേരം നീർത്തു പോവും, അതെന്നേ പറയോ. പിന്നെ ഒരു 150 കൊല്ലം ജീവിക്കാൻ അത്ര കർമ്മമൊക്കെ ചെയ്തെന്ന്. വിധിച്ചിടുന്ന കർമ്മമൊടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമൊരിടത്ത്. കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്ന എന്തിനാവുക. അപ്പൊ എന്റെ കർമ്മങ്ങൾ തീരുമ്പോൾ കർമ്മമെല്ലാം ഒടുങ്ങുമ്പോൾ മാധവ ഇടല്ലേ. അപ്പോൾ അതേമാതിരി ഒരു ചെറിയ കാര്യം കൂടി ഞാൻ എൻ്റെ അനുഭവം പറയാം. ഒരു പാട്ട്, ഒരു കൃഷ്ണന്റെ പാട്ട് കേൾപ്പിച്ചല്ലേ.